കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 66ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സർക്കാർ നഴ്സുമാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് സംഘടിപ്പിച്ച പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തേക്ക് നഴ്സുമാർ മാർച്ചും ധർണയും നടത്തി. കുടിശ്ശിക ക്ഷാമബത്ത അനുവദിക്കുക, PFRDA നിയമം പിൻവലിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെയും ജീവനക്കാരുടെയും തസ്തിക സൃഷ്ടിക്കുക, താൽക്കാലിക നഴ്സുമാരുടെ സേവന വേതന വ്യവസ്ഥകൾ ഏകീകരിക്കുക, നഴ്സുമാരുടെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത നഴ്സിംഗ് ഡിഗ്രിയാക്കി ഉയർത്തുക, നഴ്സ് പ്രാക്ടീഷണർ സംവിധാനം നടപ്പിലാക്കുക, തസ്തിക പുനഃക്രമീകരണം നടത്തി നഴ്സുമാരുടെ റേഷ്യോ പ്രൊമോഷൻ നടപ്പിലാക്കുക തുടങ്ങി 12 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KGNAയുടെ നേതൃത്വത്തിൽ ജില്ലാ മാർച്ചും ധർണയും നടത്തിയത്. ജില്ലാ ആസ്ഥാനത്തെ പ്രകടനത്തിന് ശേഷം നടത്തിയ ധർണ CITU സംസ്ഥാന കമ്മിറ്റി അംഗം മലയാലപ്പുഴ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ആതുര ശുശ്രൂഷ മേഖലയിൽ മാതൃകാപരമായ മുന്നേറ്റമാണ് കേരളം കാഴ്ചവെക്കുന്നതെന്നും എന്നാൽ ഇതിന് തുരങ്കം വയ്ക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന സമൂഹത്തിലാണ് രണ്ടാമത് ഒരിക്കൽ കൂടി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രണ്ടാം ഭരണം കൂടി ലഭിച്ചത്. 2016 മുതൽ 21 വരെ 5 വർഷക്കാലം കേരളത്തിലെ സമഗ്ര വികസനത്തിന് വേണ്ടി ഒരു ജനകീയ ഗവൺമെന്റ് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം നടപ്പാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. KGNA ജില്ലാ പ്രസിഡന്റ് നിഷാദ് AS അധ്യക്ഷത വഹിച്ചു. ദീപ ജയപ്രകാശ്, ഗീതാമണി KG, സുമ V എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Zion Medical College Hospital, Adur, Pathanamthitta.